പാസ്വേഡ് ലോക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കത് ലെഗൻസി ബൂട്ട് പിന്നെ നമ്മളെ USB കാണിട്ട് ഹാർഡ് ഡിസ്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതാ ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് ഒരു ഡെല്ല് ബ്രാൻഡഡ് CPU ആണ്. ഇന്നല്ലാതെ 2-3 ദിവസമായി വന്നിട്ട്. അപ്പോൾ 240 GB ഒരു SSD വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി 1 TB ഹാർഡ് ഡിസ്ക് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് സ്ലോ ആണ്. അപ്പോൾ OS ഇതിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. പക്ഷേ ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കണ്ടന്റ് ആയിട്ട് എടുത്തതല്ല. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു വർഷം മുന്നേ സിസ്റ്റം അഡ്മിനിൽ പിന്നെ പാസ്വേഡ് കൊടുത്തിരുന്നു. അപ്പോൾ അത് എന്താണെന്നുള്ളത് മറന്നുപോയി. അപ്പോൾ പുള്ളിക്ക് പിന്നെ ബൂട്ടിങ്ങിന് നമുക്ക് ചേഞ്ചിങ് വരുത്താൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. കാരണം ബയോസിലേക്ക് കിടക്കുമ്പോൾ പാസ്വേഡ് വരികയാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വിൻഡോസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണുള്ള വന്നത്. ഇത് 2-3 ദിവസമായിട്ട് വന്നിട്ട് ഒരു ഡെല്ല് ബ്രാൻഡഡ് CPU ആണ്. പിന്നെ അഡീഷണൽ ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്നുള്ളത് നോക്കാം. പുള്ളി ഒരു വർഷം മുന്നേ പിന്നെ ബയോസ് അഡ്മിൻ പാസ്വേഡ് സെക്യൂരിറ്റി പാസ്വേഡ് കൊടുത്തത് എന്താണെന്നുള്ളത് മറന്നൊക്കെയാണ്. അപ്പോൾ അത് പിന്നെ റിമൂവ് ചെയ്യാൻ ആൾക്ക് ബയോസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൂട്ടിംഗ് ഓപ്ഷനിലേക്ക് സോഴ്സിലേക്ക് കടക്കാനും മൂപ്പരിക്ക് പറ്റാത്തത് കാരണമാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വരുന്ന വർക്കുകളൊക്കെ ഇതുപോലത്തുള്ള വർക്കുകളൊക്കെ നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നല്ല നമ്മളെല്ലാ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെയൊക്കെ പ്രോബ്ലങ്ങൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഒരു ആംഗിളിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യണം. ഇതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഒരു നോബ് കാര്യങ്ങളൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് വേണം, വലിച്ചതിന് ശേഷമാണ് ഇവിടെ പൊന്തിക്കാൻ പറ്റുള്ളൂ. ബ്രാൻഡഡ് CPUൻ്റെ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഒരു മൂലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ പ്രോബ്ലം അല്ല കേട്ടോ. ഇതിപ്പോൾ പുള്ളിയാണ് ബയോസിൻ്റെ പാസ്വേഡ് മറന്നുപോയതാണ്. അപ്പോൾ പുള്ളിക്ക് ഇതിൽ വിൻഡോസ് ചെയ്യണം. അതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് കണക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. അതുപോലെ തന്നെ ഇതിൽ ഗ്രാഫിക്സ് കാർഡില്ല കേട്ടോ. അത് സീരിയൽ പോർട്ടിൻ്റെ ഒരു കണക്ഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഞാനിങ്ങനെ കണ്ടപ്പോൾ ഗ്രാഫിക്സ് കാർഡാണെന്ന് വിചാരിച്ചു. ഗ്രാഫിക്സ് കാർഡൊന്നല്ല പ്രശ്നം. ഞാൻ മോണിറ്റർ ഇങ്ങനെ ഇവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഈ ഒരു മോണിറ്ററിലല്ല കേട്ടോ ഞാൻ ഇവിടെ വർക്കും കാര്യങ്ങളും. ഞാൻ അതിൻ്റെ മുകളിലൊരു മോണിറ്റർ ഉണ്ട്. ഞാൻ അതിപ്പോൾ അതിൽ നമുക്ക് ക്യാമറ വെക്കുമ്പോൾ ഇതും മോണിറ്ററിൽ വരുന്നതും കാണാൻ കഴിയില്ല. അത് കാരണമാണ് ഞാൻ ഈ ഒരു മോണിറ്റർ യൂസ് ചെയ്യുന്നത്. ഞാൻ തൊട്ടപ്പുറത്ത് വേറെ ചുമരുമ്മ ഞാനൊരു സ്ക്രീന് കൊടുത്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അതിലാണ് ചെയ്യാറ്. എനിക്ക് മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്ന സാധനങ്ങൾ കയ്യെത്തും ദൂരത്തുണ്ടാവും. പക്ഷേ ടേബിൾ എപ്പോഴും 5 മിനിറ്റ് കൂടുമ്പോൾ ടേബിൾ ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഓരോരോ സാധനങ്ങൾ വന്ന് കൂടും. ബ്രാൻഡഡ് ബോർഡ് എന്നല്ല. ഡെല്ല് മിക്കതും നമുക്ക് ബൂട്ട് സോഴ്സിലേക്ക് പോകാൻ F12ഉം പിന്നെ ബയോസിലേക്ക് പോകാൻ F2 ആണ്. അപ്പോൾ നമുക്ക് പവറൊന്ന് ഓണാക്കിയിട്ട് ബൂട്ട് സോഴ്സിലൊന്ന് പോകാം. അതിന് മുന്നേ ഞാനൊരു ബൂട്ടബിൾ പെൻ ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് നമുക്കിത്. അപ്പോൾ ഞാൻ CPU ഓൺ ചെയ്തു. F2 തുടരെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്പ്ലേ എടുത്തു. 61 മദർ ബോർഡാണ്. ഇപ്പോൾ നമ്മൾ ബൂട്ട് സോഴ്സിൽ നമ്മൾ പെൻ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സിസ്റ്റം അഡ്മിൻ പാസ്വേഡ് ആണ്. പുള്ളി ഒരു കൊല്ലം മുന്നേ ചെയ്തു വെച്ചതാത്ര. പിന്നെ പുള്ളി മറക്കും. അത് സ്വാഭാവികമാണ്. കാരണം എപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഉപയോഗം വരിക എന്ന് വെച്ചാൽ ഇതുപോലെ ഹാർഡ് ഡിസ്ക് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ നമ്മൾ OS നമ്മൾ പിന്നെ ഫോർമാറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ള അറിയാം. ഇപ്പോൾ ഇത് ചെയ്ത് വെക്കണോണ്ട് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഇനി നമുക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് F12 ഒന്ന് കൊടുത്തു നോക്കാം. F2 ഒന്ന് കൊടുത്തു നോക്കാം. ബയോസിലേക്ക് പോകുന്നുണ്ടോ നോക്കാം. F2 കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് പ്രോബ്ലം. ഇതിൽ എന്താണ് ഇതിൻ്റെ പിന്നെ ഇതിലൂടെ എന്താണ് നമുക്ക് ബെനിഫിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇത് ഏത് സിസ്റ്റങ്ങൾക്കാണ് ഈ അഡ്മിൻ പാസ്വേഡ് നമ്മൾ സെക്യൂരിറ്റി പാസ്വേഡ് കൊടുക്കേണ്ട സിസ്റ്റങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പറയാം.
കാരണം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ബയോസ് അതുപോലെ തന്നെ സെക്യൂരിറ്റി പാസ്വേഡ് കൊടുക്കരുത്. നമ്മൾ ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും അത് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഇത് നമ്മൾ പബ്ലിക് യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്നല്ലല്ലോ. നമുക്ക് ഓൾറെഡി നമുക്ക് പിന്നെ പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് OSൽ തന്നെ നമുക്ക് ലോഗിൻ പാസ്വേഡ് കൊടുക്കാമല്ലോ. ഇതൊരിക്കലും ചെയ്തു പോകരുത്. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ മറന്നു പോകും. ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞാലേ ഈ കാരണം ഇത് എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ക്ലിയർ ചെയ്യണം. ഇത് റീസെറ്റ് ചെയ്താൽ തന്നെ ഉള്ളൂ. പിന്നെ ഒരുവിധം മദർ ബോർഡുകളൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഒരു ചാനൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാനൊരു Intel H61 മദർ ബോർഡ് ഇതുപോലെ പാസ്വേഡ് പിന്നെ റിമൂവ് ചെയ്യണ റീസെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ പുള്ളിയുടെ ഹാർഡ് ഡിസ്ക് 1 TB ഓൾറെഡി OSും കാര്യങ്ങളും ഉണ്ട്. അത് എന്തായാലും ബൂട്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഈ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ കൊടുക്കാനോ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ബയോസിലേക്ക് കടക്കേണ്ട ഒരു ആവശ്യം വരിക. ആ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് ഇതുപോലെ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരിക. സെക്യൂരിറ്റി പാസ്വേഡ് കൊടുക്കുന്നതിൽ എന്താണ് ദോഷം ഗുണം ഒക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ക്ലിയർ ചെയ്യാം. ഇത് ക്ലിയർ ചെയ്യണമെന്നുള്ളത് ഞാൻ ക്യാമറ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് എടുത്തതിന് ശേഷം ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്ത Intel മദർ ബോർഡിലും അതുപോലെ തന്നെ ASUS മദർ ബോർഡിലും ഓരോ ക്ലിയർ ചെയ്യേണ്ട വിധം രണ്ടും രണ്ടാണ്. അപ്പോൾ ഇതിൽ മദർ ബോർഡിൻ്റെ അകത്ത് നമ്മൾ 3 ജമ്പർ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കണു. ഇതിൽ ഈ ഫസ്റ്റ് വരുന്നത് ബയോസ് ക്ലിയർ എന്നുള്ളൊരു ജമ്പറാണ്. ഈ സെൻറ്ററിൽ വരുന്നത് CMOS ക്ലിയർ ആണ്. ഇതിൽ ഈ വരുന്നത് പവർ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഏതൊക്കെ ജമ്പറാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ കിടക്കുന്നത് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് CMOS ക്ലിയർ ചെയ്യാനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കറക്റ്റഡ് ആയി കഴിഞ്ഞാലൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാനാണ്. നമുക്കിപ്പോൾ ആവശ്യം ഈ ബയോസ് ക്ലിയർ ആണ്. അപ്പോൾ ഈ ഒരു ബയോസിൻ്റെ ജമ്പർ എടുത്തിട്ട് തൊട്ടിപ്പുറത്ത് കാണുന്നുണ്ടൊരു പിന്ന്, ആ പിന്നിലേക്ക് നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ പവറും ഇതുപോലെ ഷോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ക്യാമറ ഒന്നും കൂടി മേലേക്ക് തന്നെ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് ക്യാമറ കയ്യിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു കൈ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബി ക്ലിയർ എന്ന് എഴുതിയിട്ടുണ്ടാവും അതുപോലെ ഈ സൈഡിലുള്ളതിൽ പവർ ക്ലിയർ എന്നുണ്ടാവും. ഇതിൻ്റെ സെൻറ്ററിൽ പിന്നെ CMOS ക്ലിയർ എന്നുണ്ടാവും. ഇതിൻ്റെ അടുത്ത് ഈ ഒരു ബോർഡ് ഇവിടെ ഇല്ല. കാരണം നമുക്ക് അപൂർവമാണ് പിന്നെ ഡെല്ല് ഇതുപോലത്തെ ബ്രാൻഡഡ് CPU വരിക. നേരെ മറിച്ച് നമുക്കിത് ASUS GB Intel ബോർഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ വേറൊരു ബോർഡ് എടുത്തിട്ട് ഞാൻ ഒന്നും കൂടി ബോർഡ് അടുത്തേക്ക് എടുത്തിട്ട് കാണിച്ചിരുന്നു. ഇതിപ്പോൾ നമുക്ക് ബോർഡ് ഊരിയിട്ടൊന്നും നമുക്ക് കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി അതാ പറഞ്ഞത്, നമുക്ക് ചെയ്യേണ്ട 2 ജമ്പർ ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടുള്ളൂ. അത്രയേ ഉള്ളൂ ഇത്. പക്ഷേ അത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നാൽ ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. വന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി വീഡിയോ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അതും എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം അത് ഷോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ക്യാമറ ഇവിടെ ആംഗിളിൽ തന്നെ വെക്കുന്നുണ്ട്. നമ്മൾ ക്യാമറയൊക്കെ പിന്നെ സ്റ്റാൻഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോമഡിയാണ് കേട്ടോ. നമുക്കത് വീഡിയോ എടുക്കല എന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്യാണ് കേട്ടോ. മെയിൻ പവർ ഓഫ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഈ ഒരു ബയോസ് ക്ലിയർ എന്നുള്ളൊരു ജമ്പർ ഊരിയിട്ട്, ഇത് ക്യാമറ കയ്യിലില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ക്യാമറയും കൂടി കയ്യിൽ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ജമ്പർ എടുത്തിട്ട് അപ്പുറത്തെ സ്ലോട്ടിലിടുക. ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് ഈ സ്ലോട്ടിലിട്ടു. അതുപോലെ നമ്മളെ പവർ ക്ലിയറിൻ്റെ ജമ്പർ എടുക്കുക. ഈ ജമ്പർ എടുത്തതിന് ശേഷം അതും ഇപ്പുറത്തേലൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഷോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ CMOS ബാറ്ററി വർക്കിംഗ് ആയിരിക്കണം. CMOS ബാറ്ററി വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അത് ബയോസ് ക്ലിയർ ആവില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഈ ഒരു പ്രോബ്ലം കാരണം എന്തൊക്കെയാണ് പിന്നെ നേരിടേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CMOS ബാറ്ററി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് ചിലപ്പോൾ ബൂട്ടിങ് ഓപ്ഷൻ സേവ് ചെയ്തത് എററാവും. ആ സമയത്ത് നേരെ വരിക ബയോസിലേക്ക് കാരണം അത് ആ പുള്ളിക്ക് വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇതിപ്പോൾ പുള്ളിക്ക് ഇതിൽ OS ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാരണം വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ പുള്ളിക്ക് ഇതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാച്ചൊരു കുഴപ്പം വരില്ല. ഏതുവരെ ഈ CMOS ബാറ്ററി ഈ ചാർജ് കഴിയണ വരെ മൂപ്പർക്ക് യൂസ് ചെയ്യുക. അത് ഈ ചാർജ് കഴിഞ്ഞാൽ സിസ്റ്റം ആ ബയോസ്
ലോക്കാണ്. പിന്നെ നമുക്ക് ബൂട്ടിങ് കൺഫ്യൂഷനാകും, ബോർഡിന് ബൂട്ട് ഏതാണെന്നുള്ളത് കൺഫ്യൂഷനാകും. അപ്പോൾ അതിൽ ഓൾറെഡി സേവ് ചെയ്തുകൊണ്ട് ഉണ്ട്, സിസ്റ്റത്തിന് അറിയാം ആ ഡിസ്ക്കാണ് ബൂട്ടിങ്ങിന്. അതുകൊണ്ട് ഈ ഒരു ആ ഡിസ്ക് ഓപ്പണായി വരുന്നുണ്ട്. ഈ ചാർജ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ സിസ്റ്റം ബയോസ് കയറിയിട്ട് അത് സെറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ CMOS ബാറ്ററി ക്ലിയർ ആയതുകൊണ്ട് പുള്ളിക്ക് ഇതുവരെ പ്രോബ്ലം കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ പവറും ഇതുപോലെ ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഷോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ മെയിൻ പവർ ഒന്ന് ഓണാക്കുക, അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ബയോസ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി അഥവാ ഇതിൽ ബയോസ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കാണിക്കാം. വെറുതെ നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ നോർമൽ പൊസിഷനിലാണ് ഇട്ടപ്പെടുന്നത്. ഇനി ഇടാൻ പോണത് ഇത് ഓരോ ബോർഡിനും ഓരോ രീതിയായിരിക്കും. അത് ഞാൻ ഇൻ്റലിൻ്റെ ഞാനിപ്പോൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇതിലിടാം. അതിൽ ചെയ്യുന്ന വേറെ ഒരു മെത്തേഡാണ്, ഈ ബോർഡിൽ വേറെ മെത്തേഡാണ്. അങ്ങനെ ഓരോ ബോർഡിനും ഓരോ മെത്തേഡാണ്. നമ്മൾ ഈ സെൻറ്ററിലുള്ള എനിക്കാണെങ്കിൽ കണ്ണട ഉണ്ടെങ്കിലും അപ്പോൾ നമ്മളത് നോർമൽ പൊസിഷനിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും പവർ ഓൺ ആക്കുകയാണ്. ഞാൻ F2 പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോർഡ് ഓഫായാലോ? ഈ ഒപ്റ്റിപ്ലെക്സ് പിന്നെ ഡെല്ലിൻ്റെ ബ്രാൻഡഡ് CPU-നൊക്കെ വരുന്ന ഒരു പ്രോബ്ലം അല്ലാതെ ഇതെല്ലാ CPU-നും ഉണ്ട്. നമ്മൾ CPU-ൻ്റെ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ SMBSൽ പവർ വന്നു കഴിഞ്ഞാൽ 3 സെക്കൻഡ് ഫാനൊന്ന് കറങ്ങി നിൽക്കും. ഇനി നമ്മൾ CPU-ൻ്റെ പവർ ഓൺ ആക്കിയാലുള്ളൂ സിസ്റ്റം ഓൺ ആകുക. അപ്പോൾ നമ്മൾ നേരെ ബയോസിലേക്ക് F2 പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബയോസ് കറക്റ്റഡായിട്ട് അത് ഡിഫാൾട്ട് സ്റ്റേജിലേക്ക് വന്ന് അതിൻ്റെ പിന്നെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോർഡിൻ്റെ ഈ പാസ്വേഡ്, സിസ്റ്റം സെക്യൂരിറ്റി പാസ്വേഡ് ക്ലിയർ ചെയ്യേണ്ട രീതി. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. നമുക്ക് പവർ സ്വിച്ചിൻ്റെ പിന്നെ ക്ലിയർ ചെയ്യണം, ജമ്പർ എടുത്തിട്ട് അപ്പുറത്തേൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബയോസ് ക്ലിയർ എന്നുള്ളത് അതിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ CMOS ക്ലിയർ ആണ്. ഇത് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഇത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഇൻ്റലിൻ്റെ ബോർഡിൽ അതേപോലെ തന്നെ ASUSൻ്റെ ബോർഡിലൊക്കെ ഓരോ ബോർഡുകൾക്കും ഓരോ രീതിയാണ്. അപ്പോൾ നമുക്ക് എന്തോ ഭാഗ്യം എന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണുമ്പോൾ സിമ്പിളാണെന്ന് കരുതും. ഇപ്പോൾ നമുക്കിത് പെട്ടെന്ന് ക്ലിയറായി എടുത്തു. പക്ഷേ ഇൻകേസ് ഈ ഒരു CMOS ബാറ്ററി, ഇപ്പോൾ നമ്മൾ CMOS ബാറ്ററിയുടെ ഭാഗം നമുക്ക് ടൈമും ഡേറ്റും സെറ്റാകാത്ത കുറേ ബോർഡുകളുടെ പ്രോബ്ലം വരുന്നുണ്ടല്ലോ. അങ്ങനെ വരുന്ന ഒരു ബോർഡാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ബയോസ് നമ്മൾ എടുത്ത് പ്രോഗ്രാം ചെയ്യൽ നിർബന്ധമാണ്. എന്നിട്ട് വേണം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മദർ ബോർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ല യൂസ് ചെയ്യാൻ പറ്റല്ല, ഇയാളുടെ ഡിസ്കിൻ്റെ ഏത് പിന്നെ ആയുസപ്പോൾ കഴിയണോ അതുവരെ യൂസ് ചെയ്യുക. പുതിയൊരു ഡിസ്ക് വെച്ചിട്ട് ഫോർമാറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബൂട്ടിംഗ് സെക്ഷനിലൊന്ന് പോയി നോക്കാം. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാണ്. F12 പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഓൾറെഡി അവിടെ പിന്നെ ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. F12 തുടരെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബൂട്ടിംഗ് സോഴ്സും ഓപ്പണായി വന്നിട്ടുണ്ട്. നേരത്തെ ഇതൊക്കെ പാസ്വേഡ് ലോക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കിതാ ലെഗൻസി ബൂട്ട് പിന്നെ നമ്മളെ USB കാണിക്കുന്നുണ്ട്, ഡിസ്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതാ സോഴ്സ് വേണ്ടിച്ചെങ്കിൽ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഞാനിനി പുള്ളിക്ക് ഇതിലൊരു വിൻഡോസ് 10 Pro വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഒരിക്കലും നമ്മൾ പിന്നെ ഡെസ്ക്ടോപ്പിൽ നമ്മൾ പേഴ്സണലായിട്ട് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ബയോസ് അതുപോലെ തന്നെ സിസ്റ്റം സെറ്റിങ്സിലൊന്നും പാസ്വേഡ് കൊടുക്കരുത്. കാരണം നമുക്കതിൽ ഒരു കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസിൽ നമ്മൾ പിന്നെ ലോഗിൻ പാസ്വേഡ് നമ്മൾ ഓൾറെഡി നമ്മൾ വിൻഡോസ് ഓപ്പണായി വരുമ്പോൾ നമ്മൾ കൊടുക്കണ്ടല്ലോ, അത് ചെയ്താൽ മതി. അല്ലാതെ വെറുതെ നിങ്ങൾ ബയോസിൽ മദർ ബോർഡിൽ നിങ്ങൾ സെക്യൂരിറ്റി പാസ്വേഡൊന്നും കൊടുക്കണ്ട. അതുപോലെ ചില ആളുകൾ കാണാൻ ഡിസ്ക് പാസ്വേഡൊക്കെ കൊടുക്കണം. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒരു വട്ടം പാസ്വേഡ് കൊടുത്താൽ പിന്നെ നമുക്കത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാലേ കാരണം നമുക്കത് ആ പാസ്വേഡ് നമുക്ക് പിന്നെ അൺലോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരിക. അപ്പോൾ ഇതിന് നമ്മളത് മറന്നു പോയിട്ട്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. വേറെ ഇപ്പോൾ കാര്യമായിട്ട് ഞാനിപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പിന്നെ അടുത്ത നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഷമീർ, ബായ്.